കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവകൃപയാൽ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ആ, ആരാധനയ്ക്കായി കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളെപ്പോഴും ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഭൂമിയുടെ അറ്റത്തിൽ നിന്ന് പാർത്താലും നിന്റെ കൈ എന്നെ പിടിക്കുമെന്ന് കർത്താലും അതിനകത്തുള്ളതുപോലെ ദൈവത്തിന്റെ കരം എവിടെയുമുണ്ട്. എന്നാൽ ദേശത്തിന്റെ അധികാരം മാറുമ്പോൾ ഈ ദേശത്തിന്റെ സ്വഭാവം, എല്ലാ ദേശങ്ങൾക്കും അതിൻ്റെതായ സ്വഭാവമുണ്ട്, അതിൻ്റെതായ സ്വാധീനമുണ്ട്, അതിൻ്റെതായ അനുഭവങ്ങളുണ്ട്. ആ അനുഭവം മാറ്റം വരുമ്പോഴേക്കും അവിടെ ഒരുവൻ ആ, സൊദോം ഗൊമോറയിലെല്ലാം ജനം പറഞ്ഞതുപോലെ ഇവൻ ഒരുവൻ പരദേശിയായി വന്ന് താമസിക്കുന്നു, അതിന് ഞങ്ങളെ ഉപദേശിപ്പാനും അവൻ ശ്രമിക്കുന്നു. അത് ശരിയല്ല. അത് എതിർത്ത് നിൽക്കുകയാണ്. അവിടെ പ്രശ്നം ആരംഭിക്കുകയാണ്. ഒരു ദേശത്ത് ചെന്ന് നോക്കുമ്പോൾ ആ ദേശത്തോട് കൂടി സഞ്ചരിച്ച് ആ ദേശത്തെ ഭക്ഷണം, ആ ദേശത്തെ സംസ്കാരം, ആ ദേശത്തുള്ള ഉത്സവങ്ങൾ, ആ ദേശത്തുള്ള ആരാധന, ആ ദേശത്തുള്ള വഴിപാടുകൾ, പ്രത്യേകിച്ച് ഒരു ഒരു 5 കൂട്ടം കാര്യങ്ങളുണ്ട്. അതായത് ഏത് ദേശത്തിനും അവിടെ ഒരു ദേശത്തിൻ്റെതായ ഒരു ആരാധനയുണ്ട്, ഉണ്ടാകും. അതുപോലെ തന്നെ അവിടെ ആ ആ, ദേശത്തിനൊരു സ്വഭാവം ഉണ്ടാകും. അതെ, ദേശക്കാർക്കൊരു സ്വഭാവം ഉണ്ടാകും. അതുപോലെ തന്നെ അവിടെ ഒരു ഉത്സവം ഉണ്ടാകും. ആ ദേശത്ത് ജാതികളുടേതായ ഒരു ഉത്സവം അവിടെ ഉണ്ടാവും. അതിപ്പോ അത് പള്ളിയിലായാലും ഏതായിരുന്നാലും അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഒരു വഴിപാടുണ്ടാവും. അവിടുത്തെ വഴിപാടെന്ന് പറഞ്ഞാൽ അത് ആ സ്ഥലത്തെ സംബന്ധിക്കുന്ന, ആ സ്ഥലത്തെ മൂർത്തിയെ സംബന്ധിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ ഉള്ള ആ ദേശത്ത് ചെന്നതിന് ശേഷം ഇതിൽ നിന്നെല്ലാം മാറിയിട്ടാണ് ദൈവത്തിന്റെ മക്കൾ ജീവിക്കാൻ തുടങ്ങുന്നത്. അതോടെ പ്രശ്നം ആരംഭിക്കുകയാണ്. ഇവനൊരുത്തൻ പരദേശിയായിട്ട് വന്ന് അവിടെ താമസിച്ചതിന് ശേഷം അവൻ അവൻ്റെതായ സംസ്കാരവുമായി മുമ്പോട്ട് പോകാൻ എന്ന് പറയുമ്പോൾ ജനത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. അതവര് ഇഷ്ടത്തോടെ നോക്കില്ല. അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. അവിടെയാണ് അതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ ദേശത്ത് താമസിക്കാനായിട്ട് അവിടെ താമസിച്ചിരുന്ന ജനം എസ്തറിന്റെ കാലത്ത് അവിടെ താമസിച്ചിരുന്നപ്പോൾ അവിടുത്തെ ദേശനിവാസികളോട് ചേരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ പ്രശ്നം ആരംഭിച്ചു. മൊർദെഖായിയാണ് തുടക്കം വെച്ചത്. അവിടെയാണ് പ്രശ്നങ്ങളുടെ ആരംഭം. അപ്പൊ അതായത് വിഷയം വരുന്നത് ദേശത്ത് വന്ന് താമസിക്കുന്നത് അനേകം യഹൂദന്മാരാണെങ്കിലും യഹൂദ സ്വഭാവം കാണിക്കുന്ന സമയം മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതിൽ ഇടപെടാൻ പാടില്ല, ഞങ്ങൾക്ക് അതിനുള്ള വഴിപാട് കൊടുക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ആ വഴിപാട് ഭക്ഷിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള സംസ്കാരം പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോഴേക്കും ജനങ്ങളെല്ലാം സംശയത്തോടെ നോക്കുന്നു. സമൂഹം അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല എന്ന് പറയുന്നു. പിന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കാം. എന്നാൽ അതിന് ഒരു ശോധനയുടെ സമയമുണ്ട്. യഹൂദന്റെ സ്വഭാവം പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അത് ദൈവിക സ്വഭാവമാണ്. അതാണ് യേശുക്രിസ്തുവിന്റെ സ്വഭാവം. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിന്ന് ഉളവായ സ്വഭാവം അതിനുവേണ്ടി ആരെങ്കിലും നിൽക്കുമെന്നുള്ളത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഈ ലോകത്തിൽ വന്നതിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ സ്വഭാവമായിട്ട് ഇവിടെ പെട്ടെന്ന് ജീവിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. തെളിയിക്കപ്പെടണം. അങ്ങനെ തെളിയിക്കപ്പെട്ടു. യഹൂദന്റെ സ്വഭാവം ഒരാൾ വെളിപ്പെടുത്തും എന്ന് കണ്ടാൽ അപ്പോൾ നമ്മൾ വചനത്തിൽ വായിക്കുന്ന ഒരു ഹാമാനെ എഴുന്നേൽപ്പിക്കും. അവിടെ തന്നെ വരും, ഒരു ഹാമാൻ വരും. അവനെ കുറിച്ച് വചനം പറയുന്നത് യഹൂദന്മാരുടെ ശത്രു എന്നാണ്. യഹൂദന്മാരുടെ ശത്രു സമൂഹത്തിനുണ്ട്. അത് വെളിപ്പെട്ട് വരണമെങ്കിൽ യഹൂദന്റെ സ്വഭാവം കാണിക്കണം. അപ്പോഴാണ് യഹൂദന്റെ അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യനെ കുമ്പിടില്ല. കാരണം വേദവസ്തം പറയുന്നത്, വചനം പറയുന്നത്, ന്യായപ്രമാണം പറയുന്നത്, ഞങ്ങളുടെ പ്രമാണം പറയുന്നത് മനുഷ്യനെ കുമ്പിടാൻ പാടില്ല, ദൈവത്തെ കുമ്പിടുന്നവര് മനുഷ്യനെ കുമ്പിടാൻ പാടില്ല.
അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ആ പ്രശ്നം എവിടം വരെ എത്തി? ആ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ആ സമൂഹത്തെ മുഴുവനും നശിപ്പിക്കാനുള്ള കൽപ്പന, യഹൂദന്മാരെ ഇല്ലാതാക്കാനുള്ള കൽപ്പന അവിടുന്ന് പുറപ്പെട്ടു. എല്ലാവരും കുറ്റപ്പെടുത്തും. കാരണം ആഹ് മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി അവരെ ഫറവോന്റെ അടുക്കൽ സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിലുണ്ടായ ചില പ്രശ്നങ്ങൾ മുഖാന്തരം മോശയെ കല്ലെറിയണമെന്നു. മോശെ ശത്രുവായി. അതെല്ലാം സംഭവിക്കണം. അതൊക്കെ സംഭവിച്ചേ പറ്റൂ. അങ്ങനെ വന്നപ്പോൾ മൊർദെഖായിക്ക് എതിരായി മൊർദെഖായി ഇരട്ടിലും വെണ്ണീറിലും വരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ അവസാനം നമുക്കറിയാം. എന്ത് സംഭവിച്ചു? ഹാമാൻ വീണു. ഹാമാൻ നശിച്ചു. അവന്റെ 10 മക്കള് നശിച്ചു. അവന്റെ കുടുംബം ഇല്ലാതെയായി. അവന്റെ ഭവനം യഹൂദ സ്വഭാവം വെളിപ്പെടുത്തിയ മൊർദെഖായിക്ക് കൊടുത്തു. എസ്ഥർ രാജപദവിയിൽ വിളങ്ങി. ഇത് എവിടെയും സംഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതാണ്. കാരണം യഹൂദ സ്വഭാവത്തിന്റെ ആധിപത്യം നമ്മൾ പറയുന്നത് പോലെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു ദേശത്ത് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ ഇന്ന് വേദപുസ്തകം അനുസരിച്ച് മാത്രം ജീവിക്കുമെന്ന് പറയാൻ സാധ്യമാവില്ല. അതിന് വല്ല ഏതെങ്കിലും തരത്തില് ആളുകൾ അന്വേഷിച്ചു നടക്കും. വിശ്വാസികൾ മാത്രമുള്ള സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ? തിരുവല്ല ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ വിശ്വാസികളുണ്ട്. അവിടെ 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 ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയുമല്ലോ എന്ന് വിചാരിക്കും. അതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നീ പാർക്കുന്ന ഇടം സാത്താന്റെ സിംഹാസനമുള്ളിടമായിരുന്നാലും, സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലത്ത് നിന്നെ കൊണ്ടുപോയിട്ടാലും നീ നിനക്ക് വെളിപ്പെടുത്താൻ ഒരു സ്വഭാവമുണ്ട്. അത് യഹൂദന്റെ സ്വഭാവം. അത് വെളിപ്പെടുത്തി കഴിയുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ ആരംഭിക്കും. ആരംഭിക്കട്ടെ, പ്രശ്നങ്ങൾ ആരംഭിക്കട്ടെ. യഹൂദന്മാർ ശത്രു ആരാണെന്നുള്ളത് അപ്പം അറിയാം. വിഗ്രഹാർപ്പണം ഭക്ഷിക്കുകയില്ല എന്നൊന്ന് പറ. അല്ലെങ്കിൽ അന്യദൈവത്തെ കീർത്തിക്കുന്നില്ല എന്ന് പറയണം. അപ്പോഴാണ് യഹൂദന്മാരുടെ ശത്രു അവിടെ ഉണ്ടോന്ന് അറിയുന്നത്. അപ്പോൾ എഴുന്നേൽക്കും. ഒപ്പം എഴുന്നേൽക്കും. അത് വലിയൊരു സംഘടനത്തിലേക്ക് എത്തും. ഒടുവിൽ യുദ്ധത്തിൽ യഹൂദൻ ശത്രുവിന്റെ വാഗൊണ്ട് വരെ പറഞ്ഞു, അവന് യഹൂദനെങ്കിൽ നിന്നെ ജയിക്കാൻ, നീ അവനെ ജയിക്കൂല. അല്ല, ആ സ്ത്രീക്ക് അറിയാൻ പാടില്ലേ മൊർദെഖായി യഹൂദനാന്ന്? അവിടെ താമസിക്കുന്നവർ യഹൂദന്മാരാണ് എന്നുള്ളത് അവർക്കറിയാൻ പാടില്ലേ? അറിയാം. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ പോരെ? യഹൂദനോട് നീ ജയിക്കില്ല എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ല പറഞ്ഞു. പിന്നെയോ, അവനൊരു യഹൂദ വംശക്കാരനാകുന്നുവെങ്കിൽ നീ അവനെ ജയിക്കില്ല എന്ന് പറഞ്ഞാൽ, യഹൂദ വംശക്കാരന് ജഡത്തിൽ യഹൂദന്മാരുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ് ന്യായപ്രമാണം കൈപിടിച്ചോണ്ട് അവിടെ യാഗങ്ങളും കഴിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു അങ്കിയോടെ നടന്ന് അതൊക്കെ അഭിനയമാണ്, പുറമേ ഉള്ളതാണ്. അവനെ ജയിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അവൻ യഥാർത്ഥത്തിൽ ദൈവിക സ്വഭാവത്തിന്, അതായത് യഹൂദന്റെ സ്വഭാവത്തിന് വിരുദ്ധനാണ് അവൻ. എന്നാൽ അങ്ങനെയല്ല. പിന്നെയോ, യഥാർത്ഥത്തിൽ അവൻ ഒരു യഹൂദ വംശക്കാരന്റെ സ്വഭാവമാണ് അവനുള്ളതെങ്കിൽ നീ അവനെ ജയിക്കില്ല. അങ്ങനെയുള്ളവർ അധികം ഇല്ലെന്ന് എല്ലാവരും ജാതികൾക്ക് തന്നെ അറിയാം. ഒടുവില് സംഭവം പ്രശ്നങ്ങളായി. യഥാർത്ഥത്തിൽ ഒരു യഹൂദ വംശക്കാരൻ തന്നെയാണ് ഈ മൊർദെഖായി എന്ന് തെളിയിക്കപ്പെട്ടു. ജയിച്ചില്ലെന്ന് മാത്രമല്ല, അവൻ തോറ്റു, വീണു, നശിച്ചു. അങ്ങനെ ഒരു പേരില്ലാതെ പോയി. രാജ്യത്തിന്റെ അധികാരം തന്നെ യഹൂദന്റെ നിയന്ത്രണത്തിലേക്ക് വന്നു. അനേകര് പേടിച്ചിട്ട് യഹൂദന്മാരായി തീർന്നു. കാരണം യഹൂദനെയുള്ള പേടി ഒട്ടുമിക്ക ജാതികളിലും ഉണ്ട്. അവർ പേടിച്ച് യഹൂദന്മാരായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്ന ഒരു സംസ്കാരമുണ്ട്. അതൊരു ഭക്തന്റെ ദൈവഭക്തന്റെ സംസാരമാണ്, ജീവിതമാണ്, സംസ്കാരമാണ്. അതിൽ കൂടി ജീവിച്ച് സാക്ഷ്യം പ്രാപിച്ച് കർത്താവിനുസരിച്ച് കുറ്റമറ്റവരായി തീരുവാൻ കർത്താവിന്റെ ആത്മാവ് മക്കളെ സഹായിക്കട്ടെ. ഇന്ന് ആരാധനയുടെ ദിവസവും എല്ലാ ആരാധനയിലും പോലെ ഇന്നും നമുക്കൊരു പ്രതീക്ഷയാണ്. എന്താണ് നമ്മുടെ പ്രതീക്ഷ? ദൈവമേ, ഞാനിവിടെ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ ജന്മത്തിൽ വരാനിടയായി തോന്നി. ഇത്രയും കാലം
കർത്താവ് എന്നെ പോറ്റി പുലർത്തി. കൃപയാൽ കർത്താവിനെ അറിയാനും കർത്താവിന്റെ നാമത്തെ വെളിപ്പെടുത്തുവാനും ദൈവസഭയിലായിരിക്കാനും കർത്താവ് കൃപ തന്നു. ഇതാ കാലം അതിന്റെ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ എന്റെ ആയുഷ്കാലം തീരാൻ പോകുന്നു, അല്ല എങ്കിൽ ലോകം അതിന്റെ പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇല്ല എങ്കിൽ, അതുമല്ല എങ്കിൽ കർത്താവിന്റെ വരവ് സമയമായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ മുൻപിലിരിക്കെ ഇതാ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ കർത്താവെ, ഇന്നത്തെ ആരാധന എന്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതും ദൈവം പ്രസാദിക്കുന്നതുമായി ആത്മീക മണ്ഡലത്തിൽ കർത്താവിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾക്കുള്ള സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു ആരാധനയായി തീരുവാൻ കർത്താവിന്റെ ആത്മാവൊന്ന് ജനത്തെ സഹായിക്കട്ടെ. കാരണം എണ്ണിക്കൂടാത്തൊരു പുരുഷാരം കർത്താവിന്റെ സന്നിധിയിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എണ്ണിക്കൂടാത്തൊരു ഇത്ര മാത്രം വലിയൊരു കൂട്ടം, നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ സങ്കല്പിക്കുന്ന ഒരു കൂട്ടമല്ല. അത്ര വലുതായ ഒരു കൂട്ടം ഈ ലോകത്ത് നിന്ന് കർത്താവിന് വേണ്ടി വേർതിരിയുന്നുണ്ട്. അങ്ങനെ ആത്മീയ മണ്ഡലത്തിൽ ഇത്രയും കൂട്ടം ഇങ്ങനെ നിൽക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ ചോദിച്ചു, ഇവരാരാ? ഇതിനങ്ങനാണ്. ഇവരാരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലയോ? ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നു. ആ വന്നു നിൽക്കുന്നവരെല്ലാവരും എങ്ങനെ ആ സ്ഥാനത്തെത്തി, എങ്ങനെ കർത്താവിന്റെ രക്ഷക്കാരായി അവിടെ ചെന്നു എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. യിസ്രായേൽ ഗോത്രം 12 രാപ്പകൽ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ശ്രമിച്ച പ്രത്യാശയാൽ ആരാധനയിൽ കൂടിയാണ് അവരോട് എത്തിയത്. ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് അനുസരണമുണ്ട്, അതിനകത്ത് അർപ്പണമുണ്ട്, അതിനകത്ത് സ്തോത്രമുണ്ട്. അങ്ങനെ ആരാധനയ്ക്ക് അതിന് ബഹുവിധ മുഖങ്ങളുണ്ട്. ഇത് ദൈവം പ്രസാദിച്ചാൽ നിശ്ചയം ആ സ്ഥാനം നമ്മൾ ഓർമ്മിക്കുകയാണ്. അത് ഈ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഉറപ്പിച്ചു കിട്ടുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ജയം. അതുകൊണ്ട് നമ്മളുടെ ഈ ചുരുക്കം ആളുകളെ ഒന്നുമെങ്കിലും ഈ ആരാധനയിലും നമ്മുടെ പ്രതീക്ഷ ഒന്ന് മാറണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. കർത്താവ് നമ്മെ ഈ പ്രാർത്ഥനയിൽ, ഈ ആരാധനയിൽ സന്ദർശിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി കർത്താവ് സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുവാനാണ്. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം 109 സങ്കീർത്തനം. 109 സങ്കീർത്തനം എന്ന് പറയുമ്പോൾ തന്നെ ആരെ സങ്കീർത്തനം? ആരെക്കുറിച്ച് എഴുതിയേക്കാം? 109 സങ്കീർത്തനം എന്ന് പറയുമ്പോൾ തന്നെ അത് യോധയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന സങ്കീർത്തനം എന്നല്ല. യോധയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ്. യഥാർത്ഥത്തിൽ അത് യോധയെക്കുറിച്ചല്ല, പിന്നെയോ ദുഷ്ടനെ കുറിച്ച്. ഇതാണ് ഒരു മനുഷ്യൻ ഗ്രഹിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജയം എവിടെയാണ്? അവൻ ആത്മീയ ജീവിതത്തിൽ നല്ലൊരു ആത്മീയ ജീവിതം ജീവിച്ച് ലോകത്തെ ജയിച്ചു പോയവനാണ് എന്ന് നമ്മൾ വചനത്തിൽ നിന്ന് പല കർത്താവിന്റെ ദാസന്മാരെ കുറിച്ചും പഠിക്കുന്നു. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം ജയമായി തീർന്നത്? ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി ജീവിച്ച് മരിക്കുന്ന സകല മനുഷ്യരുടെയും ജീവിതത്തിന്റെ മാതൃക ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഈ പുസ്തകത്തിനകത്തുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതം ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇപ്പോൾ ഞാൻ പോകുന്നത് ഈ വചനത്തിന്റെ ഏത് വചനപ്രകാരം, തിരുവെഴുത്തിലെ ഏത് വചനത്തിന്റെ നിവൃത്തിയാണ് ഇപ്പൊ എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യേശു ക്രൂശിൽ കിടക്കുമ്പോൾ
അവർക്ക് പുളിച്ച വീഞ്ഞ് കൊണ്ടുപോയി കൊടുത്തു. അവനത് കുടിച്ചതിന് ശേഷം എന്ത് പറഞ്ഞു? നിവൃത്തിയായെന്ന് പറഞ്ഞു. എന്ത് നിവൃത്തി? അപ്പൊ ഒരു വാക്ക് പ്രകാരം പറയുന്നുണ്ട്. തിരുവെഴുത്തിന് നിവൃത്തി വരാതിരിക്കാൻ സാധ്യമല്ലല്ലോ. തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നത് തന്നെ എഴുതിയിരിക്കുന്നത് നിവൃത്തി വരും. അതൊരിക്കലും മാറ്റം വരില്ല. അപ്പൊ നമ്മള് അവിടെ ചിന്തിക്കുന്നത് 109 സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ദുഷ്ടനെ കുറിച്ചാണ്. യൂദയെക്കുറിച്ചല്ല. പക്ഷേ അവിടെ സെൻട്രൽ ജയിലില് കണ്ണൂർ ജയിലിൽ ഒരാളെ തൂക്കിക്കൊന്നു. ആ തൂക്കിക്കൊന്ന ഒരാള് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ. ന്യായ ഇന്ത്യൻ ഭരണഘടനയില് കണ്ണൂർ ജയിലിൽ വെച്ച് ചന്ദ്രനെ തൂക്കിക്കൊല്ലണമെന്ന് ന്യാ പ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടോ? ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടോ? പിന്നെ ആരാ എഴുതിയേക്കണെ? അവിടെ എഴുതിയിട്ടുണ്ട് കൊലപാതകനെ തൂക്കിക്കൊല്ലണം. കൊലപാതകനെ തൂക്കിക്കൊല്ലണമെന്ന് എഴുതിയിരിക്കുന്നത്. അല്ലാതെ ചന്ദ്രനെ തൂക്കിക്കൊല്ലണമെന്നല്ല. പക്ഷെ ഇപ്പൊ ഇവിടെ ചന്ദ്രൻ എന്ത് ചെയ്തു? കൊലപാതകം. അവിടെയാണ് ലക്ഷ്യം. അപ്പൊ ഇവിടെ നമ്മള് രാ കഴിഞ്ഞ രാഷ്ട്രപതി ഇവിടെ വന്നതിന് ശേഷം ഒരു വലിയ ചടങ്ങ് നടക്കുവാ. ഈ ചടങ്ങിൽ വെച്ച് ഒരാളെ മാനിക്കുക. മാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ ദേശത്തോട് ചെയ്തിട്ടുള്ള നന്മകള്, അതായത് ഇവിടെ കോവിഡ് ബാധ വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും ഒക്കെ ജനത്തിന് വേണ്ടി നന്മ ചെയ്തത് മാനിച്ചുകൊണ്ട് അവർക്കൊരു ഒരു വലിയൊരു സമ്മാനം കൊടുക്കുക രാഷ്ട്രപതി. അത് രാഷ്ട്രപതിയുടെ ഇഷ്ടപ്രകാരമല്ല. അതിന് നിയമമില്ലാതെ ചെയ്യാൻ പറ്റില്ല. എഴുതിയിട്ടുണ്ട്. വന്നിരിക്കുന്നത് സദാനന്ദൻ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ആൾക്ക് വലിയൊരു സമ്മാനം കൊടുക്കുക. ഈ സമ്മാനം കൊടുക്കുന്നത് നിയമപ്രകാരമാണ്. വചനമുണ്ടോ? പക്ഷെ എന്നാൽ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ സദാനന്ദന് സമ്മാനം കൊടുക്കണം? ഇല്ല. ജനത്തെ ദേശത്തിനും ജനത്തിനും ഉപകാരം ചെയ്തവനെ മാനിക്കാൻ ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. ഇവിടെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിജയവും പരാജയവും. ഞാനിവിടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാനിപ്പോൾ ഏത് സ്ഥാനത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഏത് സ്ഥാനത്താണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ 109 സങ്കീർത്തനം വായിക്കുന്നതനുസരിച്ച് എനിക്ക് ആരെങ്കിലും നന്മ ചെയ്താൽ ഞാൻ അവർക്ക് തിന്മ ചെയ്യുമെന്നുണ്ടോ? എന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ ഞാൻ അവരെ ശപിക്കുന്നുണ്ടോ? എളിയവനെ ഞാൻ പീഡിപ്പിക്കുന്നുണ്ടോ? ദരിദ്രനെ ഞാൻ മറന്ന് അവനെ ഉപദ്രവിക്കുന്നുണ്ടോ? ഇതെല്ലാം നോക്കിക്കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഉള്ളവനെയാണ് ദുഷ്ടനെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ പോകുന്നത് ദുഷ്ടന്റെ പാതയിലാ. അതായത് യൂദ ചെന്ന് അവസാനിച്ചത് എവിടെയോ അവിടെ ഞാൻ ചെന്ന് അവസാനിക്കും. എന്നാൽ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ദൈവത്തിന് വായ്പ കൊടുക്കുന്നു. ദൈവത്തെ ഈ എളിയവരിൽ ഒരുത്തന് ചെയ്തത് നീ എനിക്ക് ചെയ്തിരിക്കുന്നു മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സൽപ്രവർത്തികളാണ് ചെയ്യുന്നതെങ്കിൽ അവൻ എത്തിച്ചേരുന്നത് കർത്താവിന്റെ അടുക്കലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഗ്രഹിക്കുന്നത് ഞാൻ ഏത് പാതയിൽ, ഞാൻ എവിടെയാണ് എന്ന് അറിയുന്നവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ജയം പ്രാപിക്കുന്നവൻ. പക്ഷെ മനുഷ്യര് പൊതുവെ ഗ്രഹിക്കുന്ന അങ്ങനെയല്ല. അങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ. അതങ്ങനെ പോകുന്നു, അങ്ങനെ പോവാണ്. ഇവിടെ അവര് പറയുന്നത് യൂദ വഴിതെറ്റിയതിന് ശേഷം അവൻ ഒന്ന് പരിശോധിച്ചാൽ മതി. എന്താ പ്രശ്നം? എന്താ എന്റെ വിഷയം? എന്താ ഒന്നാമത്തെ വിഷയം? എന്താ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെന്നറിയും? അവൻ ട്രഷററാ, ഖജാൻജിയാ.
സ കർത്താവിനോട് കൂടെയുള്ളവരുടെ പൈസ സൂക്ഷിക്കുന്ന ജോലിയാണ്. ഈ പൈസ സൂക്ഷിക്കാനായിട്ട് എല്ലാവരും കൊടുക്കും. അത് കൊണ്ടൊന്ന് കയ്യിൽ പിടിച്ചതിന് ശേഷം അതിൽ നിന്ന് തനിക്ക് താൻ അതിൽ നിന്ന് മോഷ്ടിക്കും. ഇത് ഇപ്പോഴും യൂദാ ചെയ്തുകൊണ്ടിരിക്കുകയാ. മാറ്റമില്ല. എന്നാൽ അതിനെക്കുറിച്ചൊരു വീണ്ടു വിചാരം ഇല്ലതാനും. അപ്പോ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ക്രമേണ ക്രമേണ അവൻ പോയി 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 വചനം പറയുന്നത് ശബ്ബത്ത് തോറും വായിച്ചു വരുന്ന ന്യായപ്രമാണം തിരിച്ചറിയാതെ അവർ കർത്താവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പൊ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം ഒന്ന് വായിച്ചാൽ മതി. യൂദാ വായിച്ചാൽ മതി. ഇന്ന് ആ സങ്കീർത്തനം ഒന്ന് വായിക്കും. എന്ന് വായിക്കുമ്പോൾ 109 സങ്കീർത്തനം യൂദാ വായിച്ചാൽ മതി. അപ്പൊ അത് വായിക്കുമ്പോഴേക്കും ഒന്നും പ്രശ്നമൊന്നുമില്ല. ഒന്ന് വായിക്കും. ഏറ്റവും ആദ്യമേ തന്നെ താൻ വഴിതെറ്റിയിട്ടുണ്ട് എങ്കിൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചു കൊള്ളണം. താൻ അപകടകരമായിട്ടുള്ള ഒരു നിലയിലേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുഖ്യമായ അടയാളമാണ് ദൈവഭയത്തെക്കാൾ മരണഭയം എന്നും. ആരെയാണ് ഭയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചതാണ്. നമ്മളെല്ലാവരും മരണത്തെ ഭയപ്പെട്ട് നടന്നവരാ. പക്ഷേ സത്യം അറിഞ്ഞ് സ്വതന്ത്രമായി കർത്താവിന്റെ അടുക്കൽ വന്നു ഇന്ന് നമുക്ക് മരണത്തെ ഭയമില്ല. പിന്നെ ആരെ ഭയം? ദൈവത്തെയാണ്. ഇവൻ ഒരിക്കലും ഒരിക്കലും തെറ്റായ വഴിയിൽ പോയി നശിക്കില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത് എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. എപ്പോഴും ഭയമാണ്. നമ്മൾ ഭയം ഭയം എന്ന് പറയുമ്പോണ്ടല്ലോ അത് ഏതൊക്കെ കാര്യങ്ങളിലൊന്ന് ഓർത്തോളണം. അവർ ശങ്കിക്കാതെ പെട്ടെന്ന് എയ്ത് കളയുകയും ചെയ്യുന്നു. അമ്പ ഇതിനെ കുറിച്ചാണ്, ശരങ്ങൾ എയ്യണെ കുറിച്ചാണ്, അതായത് വായിൽ നിന്ന് വരുന്ന വാക്കുകളെ കുറിച്ചാണ്. വായിൽ നിന്ന് അരുതാത്ത വാക്ക് പുറപ്പെടുമ്പോൾ ഇതിന്റെ അകത്ത് ശങ്കയുണ്ട്. അയ്യോ, അങ്ങനെ പറയാവോ? ഞാൻ പറഞ്ഞത് ശരിയാണോ? ഈ ഒരു ശങ്ക. ഞാൻ അകൃത്യം വായെ പഠിപ്പിക്കുന്നില്ലയോ? അരുതാത്തൊരു ഭക്ഷണം വായിൽ വയ്ക്കുക. വയ്ക്കുമ്പോൾ തന്നെ അയ്യോ, അത് നമുക്ക് പാടില്ല. അരുതാത്തൊരു കാര്യം നോക്കുക. അപ്പൊ തന്നെ ഉള്ളു കത്തി. ഇങ്ങനെ സകലവിധത്തിലും ഒരു ദൈവഭക്തൻ എന്ന് പറയുന്നത്, ദൈവിക വഴികളിൽ പോകുന്ന ഒരു ദൈവത്തിന്റെ ഭക്തൻ എന്ന് പറയുന്നത് അവന് സദാസമയം തന്നെയാണ്. സദാസമയം ഭയം, ഭയം, ഭയം. എപ്പോഴും കർത്താവിന്റെ വചനം പറയുന്നത് അവൻ ഭാഗ്യവാനാണ്. നമ്മൾ വിചാരിക്കും അബ്രഹാമിന്റെ സന്തതിയായ ഇസഹാക്കിന് ഇഷ്ടംപോലെ സ്വത്തുണ്ടായിരുന്നു. ഇഷ്ടം പോലെ. എത്രയോ അഭ്യാസികൾ താൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നടത്താനുണ്ടായിരുന്നറിയോ? കാരണം അബ്രഹാമിന്റെ എല്ലാ സ്വത്തിനും അവകാശി ഇസഹാക്ക. പക്ഷേ മനുഷ്യരായി ജീവിക്കുന്ന സമയത്ത് ദൈവഭയമുള്ള ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും ദുഷ്കരമാണ്. ഏറ്റവും. കാരണം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. എപ്പോഴും വിധിയാ. എപ്പോഴും വിധിയാ. പഴയ ഓർമ്മകൾ എനിക്കറിയാവുന്നുണ്ട്. ബാല്യത്തിലെ മുതൽ ജീവിതത്തിൽ സംഭവിച്ചുള്ള പിഴവുകൾ നിമിത്തം ഉറങ്ങാൻ സാധിക്കാത്തവര് ഉണ്ട്. എനിക്കറിയാം. പണ്ടൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ളത്. ആ സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളുടെ ഓർമ്മ നിമിത്തം ഇരിക്കാനോ നിൽക്കാനോ സാധിക്കാതെ വണ്ണം അത്രമാത്രം വിഷമിക്കുന്ന ജീവിതങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കും ഈ ലോകത്തിൽ നമ്മൾ പൊതുവെ പഠിക്കുന്നത് ഇസഹാക്കിന്റെ ഭയമായിരിക്കുന്ന ദൈവമെന്ന്. കാരണം ഇസഹാക്ക് ഇതുപോലെ ദൈവത്തെ പേടിക്കുന്ന ഒരു മനുഷ്യൻ.
മറ്റൊരു ഭാഗം കൂടി ചിന്തിച്ചു കൊള്ളണം. പാ പാപിയായ മനുഷ്യൻ അല്ലെങ്കിൽ ആദാമ്യ സന്തതി, പാപം ചെയ്ത ആദാമിന്റെ സന്തതി ദൈവഭയമുള്ളവരായി തീർന്നാൽ അവന്റെ ജീവിതം ഏറ്റവും ദുഷ്കരമായിരിക്കും. വീണ്ടും ഒന്നുകൂടെ പറയണം. എങ്ങനെയാ? പാ ആദാമ്യ സന്തതി, അതായത് പാപം ചെയ്തതിന് ശേഷമുള്ള ആദാമ്യ സന്തതിയുടെ ജീവിതം ദൈവഭയമുള്ളവനാണെങ്കിൽ അവന്റെ ജീവിതം എങ്ങനെയായിരിക്കും? പരമാനന്ദം എന്നാ എല്ലാവരും ചിന്തിക്കുന്നത്. കാരണം അവൻ ദൈവഭയമുള്ളവനല്ലേ, അവനെന്നെ കുറവും ഒന്നുമില്ല. പക്ഷെ അവന്റെ ജീവിതം ദുഷ്കരമായിരിക്കും. കാരണം ഒരു നോട്ടം അത് തെറ്റിയോ? ദൈവമേ, ഞാനതൊന്ന് ചെയ്തത് ശരിയായോ? ഒരു ചിന്ത ചിന്തിച്ചു ശരിയായോ? അയ്യോ, ഇത് ഞാൻ കണക്ക് പറയേണ്ടി വരുമല്ലോ. ഇതിങ്ങനെ എത്ര നാൾ ജീവിക്കും? എത്ര നാൾ ജീവിക്കും? കർത്താവിന്റെ സ്തോത്രം. അതാണ് ഹല്ലേലൂയ. സ്തോത്രം. അതാണ് ഒരു മനുഷ്യ ജീവിതം. ഞാൻ എൻ്റെ ഒരു സഹോദരനുണ്ട്. ആ സഹോദരനെ കുറിച്ച് ഞാൻ സൂക്ഷിച്ചു പറയണം. കാരണം അദ്ദേഹത്തിന്റെ ചെവിയിൽ അത് കേൾക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം എപ്പോഴും, എപ്പോഴും തന്റെ ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകൾ തന്നെ ഇങ്ങനെ ഓർമ്മ വരുവാ. എങ്ങനെ ജീവിക്കും? എങ്ങനെ കിടന്നുറങ്ങും? മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ല. അവസാനം ഞാൻ ഞാൻ രക്ഷയ്ക്കുള്ളവനല്ല എന്നങ്ങ് തീരുമാനിച്ചതിന് ശേഷം മനഃപൂർവ്വം ദോഷം ചെയ്യാനങ്ങ് പോവാ. ദൈവം അവിടുന്ന് തടുത്ത് നടത്തിക്കൊണ്ട് പോകും. യഥാർത്ഥത്തിൽ ഒരു ദൈവഭക്തന്റെ ദുഃഖം ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ഒരൊറ്റ ഓർമ്മ നമുക്ക് വന്നാ മതി. ഒരൊറ്റ ഓർമ്മ. ദൈവമേ, അന്ന് ഞാനാ ചെയ്തത് എന്താ? അന്ന് ഞാൻ ചെയ്തത് കർത്താവ് സ്തോത്രം. ഞാൻ ഒരു 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 നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് ഇന്ന് ഇവിടെ ഇല്ല. ദൂരദേശത്താ. അപ്പോ ഒരു കുടുംബത്തില് അയാളും ഭാര്യയും 2 പെൺകുട്ടികളുമാണ് ജീവിതം. ആ പെൺകുട്ടിയുടെ ജീവിതത്തില് ഒരു ദിവസം എന്നെ വിളിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു: "ദാസനെ, എന്റെ ഈ 2 കണ്ണ് ഇല്ലായിരുന്നെങ്കിൽ പിന്നെ അതിന്റെ ചരിത്രം ഞാനിവിടെ പരസ്യമായിട്ട് അത്രയും പറയാൻ പാടില്ല." അയ്യോ! അത് കേട്ട് കഴിഞ്ഞപ്പോണ്ടല്ലോ, ആ മനുഷ്യൻ പിന്നീട് ലജ്ജിക്കുന്ന ഒരവസ്ഥ എന്നെ കാണുമ്പോ. കാരണം എന്റെ മുമ്പില് ചെറുതായി പോയി. കാരണം അതുപോലൊരു വീഴ്ച അദ്ദേഹത്തിന്റെ ഇതില് വന്നതാ. അപ്പൊ ആ വീഴ്ച വന്നത് അദ്ദേഹം എന്റെ നേരെ തുറന്ന് പറഞ്ഞതിന് ശേഷം കരയും. പ്രായമുള്ള മനുഷ്യൻ. ഇത്രയും പ്രായമുള്ള മനുഷ്യൻ. എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? അറിയാവുന്നവർക്കറിയാം. അറിയാവുന്നവർക്കറിയാം. കാരണം സാക്ഷാൽ നിഷ്കളങ്കന്റെ ദുഃഖം. അത് നിഷ്കളങ്കന്റെ ദുഃഖം അറിയാവുന്നതും ചെന്ന് പറയാവുന്നതുമായ ഇടം എല്ലായിടത്തും ഇല്ല. ഈ ഒരൊറ്റ കാര്യം മതി അവന്റെ ജീവിതം മുഴുവൻ അളന്ന് താക്കോലും പിടിച്ചുകൊണ്ട് നടക്കുന്ന അനേകരുണ്ട്. പക്ഷേ അറിയാവുന്നവർക്കറിയാം. തന്റെ ജീവിതത്തിൽ താൻ ചുമന്നുകൊണ്ട് നടക്കുന്ന വേദന അറിയും. മരണം വരെയും അവർ വിട്ടുമാറില്ല. ഇത് ഇവർക്കുള്ള പ്രത്യേകത അതാ. ഈ കൂട്ടത്തിനുള്ള പ്രത്യേകത അതാ. ദൈവഭയമുള്ള അല്ലെങ്കിൽ ദൈവം മുൻകണ്ടിട്ടുള്ള ജനത്തിന്റെ പ്രത്യേകത ഏതാ? അവര് ഒരു ദിവസമോ 2 ദിവസം കൊണ്ടോ ദുഃഖിച്ചാൽ തീരൂല. മരണം വരെ ഇത് ആരെക്കൊണ്ടാവും? ആരെക്കൊണ്ടാവും? കർത്താവിന് സ്തോത്രം. പലരും പറയുന്നത് അറിയാമോ? അവർക്ക് വേണ്ടിയാ ക്രിസ്തു വന്നത്. യേശു വന്നത് അവർക്ക് വേണ്ടിയിട്ടാ. അവരെയാണ് സ്വന്തം ജനമെന്ന് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് വചനം പറയുന്നത്. അവര് അവര് ഈ വചനവുമായിട്ട് ഒത്തുനോക്കുമ്പോ ആണ് വചനം പറയുന്നത് വിറയ്ക്കും. സ്വർഗ്ഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? എന്റെ വിശ്രാമ സ്ഥലവും ഏത്? എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാവുന്നു ഇതൊക്കെ ഉളവായി തീർന്നത്. നിങ്ങൾ എനിക്ക് ആലയം പണിയാൻ പോവാ. എങ്കിലും അരിഷ്ടനും
മനസ്സ് തകർന്നവനും എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായവനെ ഞാൻ കടാക്ഷിക്കും. അരിഷ്ടൻ അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏഹ് അരിഷ്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുമ്പ് പോയ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ? എന്റെ 2 കണ്ണില്ലായിരുന്നെങ്കിൽ, അത് ആരെങ്കിലും ഒന്ന് കുത്തിക്കളഞ്ഞിരുന്നെങ്കിൽ, ഇത് ചിന്തിക്കുന്നവല്ല. അരിഷ്ടനാണ്. അവനാണ് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യാശയുള്ളത്. മനസ്സ് തകർന്നവൻ. ഈ വചനത്തിൽ അവരെ പോലെ വിറയ്ക്കുന്നത് ആരുമില്ല. സദാസമയം അവരെ ജീവിതം വിറച്ചുകൊണ്ടാണ്. ഇതാണ് സ്വർഗ്ഗത്തിൽ നിന്ന് കർത്താവ് നോക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച് പറയേണ്ട പല വിഷയങ്ങളും ഉണ്ട്. എന്നാൽ ഓർത്തുകൊള്ളുക, ഒരു കാര്യം ഓർത്തുകൊള്ളുക. ഉം. ഈ ഒരു അരിഷ്ടത ചുരുക്കത്തിൽ മനസ്സിലാകാൻ നോക്കണം പറയാ. ഈ ഒരു അരിഷ്ടത അല്ലെങ്കിൽ ഈ ഒരു ഭയം, ഈ ഒരു ശങ്ക യൂദായ്ക്കുണ്ടായിരുന്നെങ്കിൽ അവനെന്ത് ചെയ്യില്ലായിരുന്നു? അവൻ ഈ അപകടത്തിൽ ചെന്ന് വീഴില്ലായിരുന്നു. ഏശാവ് ഇങ്ങനെ ഭയം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചെന്ന് വീഴില്ലായിരുന്നു. അതിന് പകരം അവൻ ഭയപ്പെടുന്നത് മരണത്തെയാണ്. ഇവരെല്ലാവരും ഭയപ്പെടുന്നത് മരണത്തെയാണ്. ഭയപ്പെടേണ്ട ഒരാളുണ്ട്. ഭയപ്പെടേണ്ട ഒരുവനുണ്ട്. സൈന്യങ്ങളുടെ ദൈവം എന്നാവുന്നു അവന്റെ നാമം. ഓരോരുത്തരും അവന്റെ ഹൃദയാവസ്ഥ അനുസരിച്ച് പ്രതിഫലം കൊടുക്കുവാൻ കഴിവുള്ളവൻ. നാളെ കർത്താവിന്റെ സന്നിധി വരുമ്പോൾ നമ്മൾ വായിച്ചു കേട്ടല്ലോ, അവർ കളങ്കമറ്റവർ തന്നെ. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല മുതലായിട്ടുള്ള വിശേഷണങ്ങൾ ഈ കൂട്ടത്തെക്കുറിച്ച് പറയുന്നത് പോലെ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നാം ഇന്നായിരിക്കുന്നല്ലോ. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നല്ലോ. നമ്മൾ ഈ വചനത്തിന്റെ പൊരുള് ബൈബിൾ കോളേജിലോ പോയിട്ടോ അല്ലെങ്കിൽ ഇതൊരു 10 പ്രാവശ്യം 15 പ്രാവശ്യം വായിച്ചിട്ടോ ഞാൻ വഴിതെറ്റിയാണോ നേരായ പാതയിലാണോ പോകുന്നതെന്ന് കണ്ടുപിടിക്കൊന്നും വേണ്ട. ഇല്ലയോ? ഒന്ന് നോക്കിയാൽ മതി. ഒന്ന് നോക്കിയാൽ മതി. രാപ്പകൽ രാപ്പകൽ ദൈവഭയം വിട്ട് മാറാതെ. മരണം വിഷയമല്ല. മരണം വിഷയമല്ല. മരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നമല്ല. അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഈ അരിഷ്ടനും മനസ്സ് തുറന്നവനും വനത്ത് പറയ്ക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു വിഷയമല്ല. എന്നേ മരിച്ചുപോയി. എന്ന് എന്ന് എന്തിന് ഈ 10, 60, 10, 70 കിലോ തടിയുടെ ശരീരത്തിന്റെ പിന്നാലെ ഞാൻ നടന്നു? എന്തിനു വേണ്ടി? എന്ന് എന്ന് ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. അതിനുള്ള ആഗ്രഹവും ഇല്ല. മരണം അവർക്ക് ഭാരമല്ല. എന്നാൽ ഇതങ്ങ് വിട്ടുമാറി തെറ്റിക്കഴിഞ്ഞാൽ, അപകടം വന്നു കഴിഞ്ഞാൽ, വഴി തെറ്റിക്കഴിഞ്ഞാൽ, ജംഗ്ഷനിൽ തിരിഞ്ഞു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വരുന്നതാണ് കാഠിന്യം. ഭയമില്ല. ഭയപ്പെടും. മരണത്തെ ഭയപ്പെടും, അല്ലെങ്കിൽ വേദനയെ ഭയപ്പെടും, അല്ലെങ്കിൽ ശിക്ഷയെ ഭയപ്പെടും, ലോകത്തെ ഭയപ്പെടും, ദൈവത്തെ ഭയപ്പെടും. ദൈവത്തെ ഭയമില്ലാതെ ലോകത്തെ മാത്രം ഭയപ്പെട്ട് നടന്നു കഴിഞ്ഞാൽ ഇതിനകം എന്താണെന്നറിയാം? അതൊരു പ്രത്യേക അനുഭവമാണ്. ലോകത്തെ മരണത്തെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ വഴികളിലുണ്ട്. വേറെയാ. ഏശാവ് ചെയ്തതുപോലെ എന്ത് വിറ്റിട്ടാണെങ്കിലും ശരീരത്തെ ജീവനെ നിലനിർത്താൻ ജ്യേഷ്ഠഭാഗം വിറ്റിട്ടാണെങ്കിലും ജീവിക്കണം. വിറ്റിട്ടായാലും ചികിത്സിക്കണം. അങ്ങനെ അതിന്റെ വഴി വേറെയാണ്. ഇതങ്ങനെയല്ല. ഇത് ദൈവത്തെ ഭയമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ദിനം പ്രതി ഒരു ദിവസം മുമ്പ് ഞാൻ പറയാറുണ്ട്, ഒരു ദിവസം യേശുനാമക്കാരനായിട്ട് ജീവിക്കാൻ എന്ത് പ്രയാസമുണ്ടെന്നുള്ളത് യേശുനാമക്കാരനെ അറിയാമോ? ദൈവത്തിനും അവനും അല്ലാതെ വേറെ ആർക്കും അറിയാൻ പാടില്ല. അത്ര വലുതാണ്. ഇന്ന് ദൈവസന്നിധിയിൽ ഓർക്കേണ്ടത് നമ്മെ തന്നെ താരതമ്യം ചെയ്യാൻ പോകും. താരതമ്യം ചെയ്യാൻ പഠിക്കേണ്ടത്, ദൈവമേ ഞാൻ ഏത് വഴിയിലാണ്? ഈ തിരുവെഴുത്ത് തിരിച്ചറിയാതെ യൂദാ പോയി വീണതാ, ഏശാവ് പോയി വീണതാ, ദേമാസ് പോയി വീണതാ, അനേകർ പോയി നശിച്ചതാ. വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് അങ്ങനെ തന്നെ വന്നതാണ്.
ആർക്ക്? ഒന്നും വരുന്നില്ല. ലേഖനത്തില് പത്താം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാക്കെന്താ? ഇത് നമുക്ക് ദൃഷ്ടാന്തത്തിനായി അവർക്ക് സംഭവിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചത് ആർക്കാ? പഴയ നിയമത്തിൽ ഇസ്രായേല് വീണത് എത്ര കാരണങ്ങളാലാ? ഏ? 5 കാരണം. ഏതൊക്കെയാ? വിഗ്രഹാരാധന, വെറുവെറുപ്പ്, ദൈവത്തെ പരീക്ഷിക്കുക, ദുർമോഹം, ഏ? പരസംഗം. ഈ 5 കാരണങ്ങളാ. നമുക്കും ഇതിനപ്പുറം ഒന്നും വരില്ല. ഇന്ന് ദൈവത്തിന്റെ സഭയിൽ ഒരാള് വീണ് പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നോക്കുന്നത് ഇതിൽ ഈ 5-ൽ ഏതാണെന്ന് നോക്കിയാൽ മതി. ഈ 5 കൂടാതെ 6-മതൊരെണ്ണം നമുക്ക് വരില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം പുതിയ നിയമത്തിൽ വീണ ഒരാളുടെ പേര് പറ. വ്യക്തമായിട്ട്. അനന്യാസും സഫീരയും വീണത് എന്തുകൊണ്ടാ? അനന്യാസും സഫീരയും വീണത് എന്തുകൊണ്ടാ? നശിച്ചു പോയത്. ദൈവത്തെ പരീക്ഷിച്ചു. നിങ്ങൾ ദൈവത്തെ പരീക്ഷിച്ചു തന്ന ദൈവത്തിന്റെ ആത്മാവിനെ പരീക്ഷിച്ചു തന്ന. അപ്പൊ ഈ പുതിയ നിയമ സഭയിൽ നമ്മൾ ഏത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ആ പഴയ നിയമത്തിലുള്ളവർ നോക്കിയാൽ ഇതെല്ലാം കൂടെ കൂടി കണക്ക് കൂട്ടിയിട്ട് 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുക. ഈ 5 നോക്കിയാൽ മതി. ദൈവമേ, ഇന്ന് പകൽക്കാലം എനിക്ക് ഏതാ തെറ്റിയെ? ഈ 5 പരിശോധിച്ചാൽ മതി. അത് കിട്ടും. ഈ 5-മത് വിട്ട് 6-മതൊരെണ്ണം വരില്ല. വചന വ്യവസ്ഥയാണ്. കാരണം പഞ്ചഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഇസ്രായേലിന്റെ വീഴ്ച 106-ാം സങ്കീർത്തനത്തിൽ കുറച്ചു സംഗ്രഹിച്ച് എഴുതിയിരിക്കുന്നു. അതിന്റെ സംഗ്രഹമായിട്ട് ഷോർട്ടായിട്ട് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. അതിന് ഉദാഹരണമായിട്ട് 5-ാം അധ്യായത്തിൽ അനന്യാസും സഫീരയും വീണിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായില്ലെങ്കിൽ പഠിച്ചിരുന്നില്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് ആപത്തുണ്ടാകും. അപ്പൊ നമ്മൾ ഇവിടെ ചിന്തിക്കുന്ന ചിന്തയിൽ ഒരിക്കലും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിലും ഈ വീഴാതിരിക്കാൻ നമ്മളുടെ ജീവിതം സൂക്ഷ്മമായിട്ട് നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ഇന്ന് ഞാൻ ഏത് ഭയത്തിലായിരിക്കുന്നു? ദൈവഭയത്തിലാണെങ്കിൽ മാനസികമായി അതുപോലെയാണ്. മരണഭയത്തിലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അത് ലോകപ്രകാരം അങ്ങനെ പോകുന്നു. അങ്ങനെയല്ല ഇന്ന് ഇതാ ഈ ആരാധനയിൽ നമുക്ക് പുതിയൊരു ജീവിതാനുഭവം ഉണ്ടാകണം. ആ അനുഭവം എന്തായിരിക്കണം? ഞാൻ ദൈവഭയത്തിലായിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. കാരണം പുറമേ ഉള്ളതല്ല, അഭിനയമല്ല ദൈവഭയം എന്ന് പറഞ്ഞു. സ്വന്തം മനസാക്ഷി കുത്താണ്. സ്വന്തം ഓർമ്മയിൽ കൂടി ഓർപ്പിക്കുക. അവരൊക്കെയാണ് വിശുദ്ധന്മാരെന്ന്. ഞാൻ വിശുദ്ധനാണെന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഉള്ളം അവരെ തന്നെ പരിഹസിക്കും. ഒരു ക്രിസ്തീയ ജീവിതം, ഒരു നിഷ്കളങ്ക ജീവിതം, അല്ലെങ്കിൽ ദൈവഭയമുള്ള ജീവിതം എന്ന് പറയുന്നത് ചെറുതല്ല സഹോദരങ്ങളെ, ചെറുതല്ല. ഓർത്തുകൊള്ളണം. നമ്മൾ പല സന്ദർഭങ്ങളിലും പല ഇടങ്ങളിലും പല സാഹചര്യങ്ങളിലുമായിരിക്കും. എന്നാൽ ആ സമയമൊക്കെയും വിട്ടുമാറാതിരിക്കുന്ന ദൈവഭയമുള്ളവനെ നിശ്ചയമായിട്ടും ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് പ്രതിഫലമുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷയുണ്ട്. ഇങ്ങനെ ഒരാളെ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ട് നടക്കുന്നത് നല്ല കാര്യമായിട്ടാണോ? അല്ല. കാരണം പാപജഡത്തിൽ ഒരു മനുഷ്യൻ വന്നാൽ അവന് ഭയമില്ല എങ്കിൽ, ദൈവഭയമില്ല എങ്കിൽ തീരുമാനിച്ചാൽ മതി, അവൻ നേരെ ചെന്ന് ചാടുന്നത് അപകടത്തിലായിരിക്കും. പാപജഡത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ സകലത്തിലും ദൈവത്തെ ഭയപ്പെട്ട് എപ്പോഴും ഭയത്തോടു കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ നിശ്ചയം അവൻ നിർത്തുന്നത് കർത്താവിന്റെ അടുക്കലായിരിക്കും. അവൻ വഴിതെറ്റി പോവില്ല. ഇത്രയേ ഉള്ളൂ പറയുന്നത് സാർ. ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതുണ്ട്. കർത്താവ് മുമ്പോട്ട് പോയിരിക്കും. കർത്താവിന്റെ ആത്മാവെന്ന് നമ്മെ സഹായിക്കട്ടെ. നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. കർത്താവിന്റെ ആത്മാവിനാൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇന്ന് കർത്താവിന്റെ ചിന്തിച്ച വചനങ്ങൾക്കായി
കർത്താവേ, എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവേ, ഞങ്ങളിൽ നിന്ന് ദൈവഭയം അറ്റുപോയ ഒരു ചിന്തയോ, ദൈവഭയം അറ്റുപോയ ഒരു വാക്കോ, ദൈവഭയം അറ്റുപോയ ഒരു അനുഭവമോ ഒന്നും ഉണ്ടാകാതെ കർത്താവെ ഞങ്ങളെ കാത്തുകൊള്ളു. കർത്താവെ ഞങ്ങളെ കാത്തുകൊള്ളു. കർത്താവെ, ഭൂമിയിലുള്ള വിശുദ്ധന്മാർ, കർത്താവ് സ്നേഹിക്കുന്നവർ, യെരൂശലേമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കർത്താൻ വചനത്തിലുള്ളത് പോലെ കർത്താവെ, കർത്താവ് സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനം ഇന്ന് ഈ ലോകത്തിലുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞങ്ങളായി തീരുവന്നക്കോണം കർത്താവ് എപ്പോഴും ഭയത്തോടിരിപ്പാൻ. ദൈവമേ, കർത്താവെ, ഇസഹാക്കിന്റെ ഭയമായിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവം എന്ന് ഞങ്ങൾ പഠിക്കുന്നത് പോലെ ഞങ്ങൾ ഞങ്ങളുടെ ഭയം തന്നെ കർത്താവെ, ദൈവം ഞങ്ങളുടെ എപ്പോഴും ഭയം തന്നെ ആയിരിക്കാൻ കർത്താവെ ഞങ്ങളെ കരുതേണ്ട വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ.